കാന്താരിയും പാതി മധുരമുള്ള ഒരു മാങ്ങയും കൂട്ടിയുള്ളൊരു നല്ലൊരു ടേസ്റ്റുള്ള ഒരു ചമ്മന്തി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നോക്കൂ, ഈ മാങ്ങ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എത്ര കഷ്ടപ്പെട്ടു എന്നറിയാവോ. നമ്മുടെ മാങ്ങാക്കാലം ഒക്കെ തീർന്നു. നോക്കൂ, മാവിൽ ആണെങ്കിൽ ഒറ്റ മാങ്ങയില്ല. പക്ഷെ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു മാങ്ങ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അതെവിടെയാണെന്ന് ഞാനിങ്ങനെ തിരയാണ്. നമുക്കിങ്ങനെ ഈ മാവിൽ മാങ്ങയെല്ലാം കാണുമ്പോൾ എന്തൊരു സന്തോഷമാണ് ഇല്ലേ. പക്ഷെ മാവിൽ ഒരൊറ്റ മാങ്ങയുള്ളപ്പോൾ നമുക്ക് ആ മാങ്ങ പറിക്കാൻ വേണ്ടി ഭയങ്കര ആകാംക്ഷയായിരിക്കും അല്ലേ. ആ മാങ്ങ കിട്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? വെറുതെ തിന്നുവോ, അല്ല അത് പഴുപ്പിക്കാൻ വെക്കുമോ, അല്ല അതിനെ ഇനി ചമ്മന്തി അരയ്ക്കണോ, അല്ല അതിലെ അച്ചാറിടണോ, അല്ല ഉപ്പിലിടണോ, അങ്ങനെ ഭയങ്കര കൺഫ്യൂഷനാണ് കേട്ടോ ഒരു മാങ്ങ കിട്ടിയാൽ. അപ്പോൾ ഇത് നമ്മുടെ ലൈഫിലും ഇങ്ങനെ തന്നെയാണ്. അവസാനം ഒന്നായി മാറുമ്പോൾ നമുക്ക് ആകെ ഒരു വിഷമമായി മാറും ഇല്ലേ. എങ്ങനെയാണ് ഈ മാങ്ങയെ നമ്മൾ കൈകാര്യം ചെയ്യുക, എന്താകണം, ആകെ ഒരു കൺഫ്യൂഷൻ. ആ ഒരു മാങ്ങ കിട്ടിയിട്ട് നല്ലൊരു ചമ്മന്തി അരച്ചാലോ എന്നിങ്ങനെ ഞാനിങ്ങനെ ഓർക്കുകയാണ് കേട്ടോ. എന്തായാലും സമയം ഇതാ വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ. ഒരു 4:30-5 മണിയായി. എന്തായാലും കർക്കിടക മാസത്തിന് ഇനി 2-3 ദിവസവും കൂടെ ഉണ്ടെങ്കിൽ കൂടി അങ്ങ് മഴയൊന്നും ഇല്ലാതെ എന്തോ വല്ലാത്തൊരവസ്ഥ, ഭയങ്കര ചൂടുമാണ് കേട്ടോ. എന്തായാലും നമുക്കിതാ വൈകുന്നേരം 4:30 കേട്ടോ സമയം. എന്നാലും വൈകുന്നേരം ആയ പോലെയാണ്. പക്ഷികളൊക്കെ ഇതാ കരയാൻ തുടങ്ങും. എന്തായാലും ഈ മാങ്ങ പറിക്കണം, ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. ഈ മാങ്ങ പറിച്ചിട്ട് നല്ലൊരു ചമ്മന്തി വെക്കുക, കാന്താരി മുളകൊക്കെ കൂട്ടി നല്ലൊരു ചമ്മന്തി വയ്ക്കുക. കാന്താരി മുളകിൻ്റെ സീസണാണല്ലോ, അപ്പോൾ ഈ സീസൺ കാലത്ത് നമുക്ക് സീസൺ കിട്ടുന്ന സാധനങ്ങളൊക്കെ കൊണ്ട് ഉപയോഗിക്കുക എന്നതാണ്. എന്തായാലും ഈ മാങ്ങ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഈ മാങ്ങ നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പറിക്കണം. അപ്പോൾ ഇത് നല്ല മധുരമുള്ള മാങ്ങയാണ്. പക്ഷേ പറിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു ചെനച്ച ഒരു മാങ്ങയായിരിക്കും. അപ്പം പാതി മധുരമുള്ളൊരു മാങ്ങ തന്നെയാണ്. എന്താണെങ്കിലും നല്ല ഒരു വിഷമത്തോടു കൂടി തന്നെ ഞാൻ ഈ അവസാന മാങ്ങയും പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ചമ്മന്തി അരയ്ക്കണം. എന്തായാലും ഈ മാങ്ങ നന്നായിട്ടൊന്ന് കഴുകിയിട്ടുണ്ട്. നല്ല മാങ്ങയാണ്, കാണുമ്പോൾ ചന്തമില്ലെങ്കിലും അവസാന മാങ്ങയായതുകൊണ്ട് അതിന് പൊന്നുപോലെയാണ് നോക്കുന്നത്. എന്തായാലും ഇതിൻ്റെ തോലൊക്കെ ചെത്തി കളഞ്ഞിട്ടുണ്ട്. തോലൊക്കെ ചെത്തിക്കളഞ്ഞ്, പക്ഷെ പാതി കുറച്ച് മധുരമൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇങ്ങനെയുള്ള മാങ്ങ കൊണ്ട് നമുക്ക് നല്ലൊരു ചമ്മന്തി അരയ്ക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഒന്ന് നല്ല കഴുകി വൃത്തിയാക്കി. ഇവിടെ ഞാൻ നല്ലൊരു ചമ്മന്തിക്ക് വേണ്ടി എടുത്തിരിക്കുന്ന സാധനങ്ങൾ എന്താണെന്ന് നോക്കിയാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും കേട്ടോ. ഇതാ ആ ചെത്തി നല്ല കഷ്ണങ്ങളാക്കിയ മാങ്ങയുണ്ട്, അതുപോലെ നല്ല കാന്താരിയുണ്ട്, നല്ല നാടൻ കാന്താരിയുണ്ട്, അതുപോലെ ഉള്ളി ചെറിയ ഉള്ളി ഒരു 4 എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു 2, അതുപോലെ തന്നെ ചെറിയൊരു ഇഞ്ചി കഷ്ണം എടുത്തിട്ടുണ്ട്, കൊത്തു തേങ്ങ എടുത്തിട്ടുണ്ട്, 2-3 കറി വേപ്പില എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പും ചേർത്തുണ്ട്. അപ്പോൾ ഇതുകൊണ്ടൊരു നല്ലൊരു മാങ്ങ ചമ്മന്തി അരച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എന്തായാലും ഈ ഒരു മാങ്ങ ഇനിയിപ്പം നമ്മുടെ മാവിൽ മാങ്ങ കായ്ക്കണമെങ്കിൽ അടുത്ത വർഷം വരെ കാത്തിരിക്കേണ്ട, അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കാം. എങ്കിൽ കൂടി ഈ മാങ്ങയുടെ ടേസ്റ്റ് എങ്ങനെയാണ്, എന്തായാലും ഞാനിന്ന് കഞ്ഞിയാണ് വെച്ചത്. അപ്പം ഈ കഞ്ഞിക്ക് ഈ മാങ്ങ ചമ്മന്തി കൂട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല ചൂടുള്ള കഞ്ഞിയും ഒരു മാങ്ങ ചമ്മന്തി. എന്താണ് ഞാൻ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി അരച്ച് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ലൊരു മാങ്ങ ചമ്മന്തി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ സമയം വൈകിക്കേണ്ട. ഇങ്ങനെ അവസാനത്തിൽ മാവിലൊരു മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ചമ്മന്തി അരച്ചിട്ട് ആ ഒരു ടേസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്യൂ. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ, താങ്ക് യു. ഇതുപോലത്തെ ഒരു മാങ്ങ ചമ്മന്തി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, ബൈ ബൈ.